ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും സന്തോഷത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വീട്ടമ്മമാരോട് പറയാൻ പാർട്ട് 1, പാർട്ട് 2, അതുപോലെ വീടിൻ്റെ പോസിറ്റിവിറ്റി നിലനിർത്താൻ പാർട്ട് 1 and 2. അതിന് കിട്ടിയ സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അപ്പോൾ എനിക്കിടയ്ക്ക് സുഖമില്ലാതിരുന്നു, ഫീവറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് കൃത്യനിഷ്ഠയായി വീഡിയോ ഇടാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം തിരുവനന്തപുരത്ത് സ്വർണത്തിന് വേണ്ടി ഒരു പെൺകുട്ടിക്ക് ദാരുണമായ മരണം സംഭവിച്ചത്. അപ്പോൾ ആ ഒരു വിഷയം കണ്ടതോടുകൂടി ഞാൻ വിചാരിച്ചു ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ഞാൻ അല്ലെങ്കിലും പറയാനിരുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ ഈ ടോപ്പിക്കല്ല മനസ്സിലേക്ക് കരുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് തന്നെ പോവാം. ഇനി വിവാഹം കഴിപ്പിച്ചയക്കാൻ പെൺകുട്ടികളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓക്കെ, പെൺകുട്ടികളോടും മാതാപിതാക്കളോട് രണ്ടുപേരോടുമാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ്. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീധനം ചോദിച്ചാണ് ആൾക്കാർ പെണ്ണ് ചോദിക്കാൻ വരുന്നത്. ഫസ്റ്റിലൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഇത്ര പവൻ വേണം, നാളും പൊരുത്തവും, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ആവശ്യമെന്ന് പറയുന്നത് സ്വർണവും സ്ഥലവുമാണ്. തിരുവനന്തപുരത്ത് സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ വണ്ടി വാങ്ങി കൊടുക്കുന്നുണ്ട്. അടുക്കള കാണുന്നൊരു ചടങ്ങ്, അവിടെ പോകുമ്പോൾ അതിന് കുറേ സാധനങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ പെണ്ണെന്ന് പറയുന്നത് തന്നെ ഒരു ധനമാണ്. നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടി ആദ്യമേ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഒരു ചെറുക്കനും ഒരു പെണ്ണും, ഒരു പെണ്ണിനൊരു ചെറുക്കനും, ഇത് രണ്ടുപേരും ചേർന്ന് തുല്യ പങ്കാളിത്തത്തോടു കൂടി പോകുന്നതാണ് ദാമ്പത്യം. ഒരു ഇണയെ കിട്ടണം എന്നുള്ളതാണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഇവർക്ക് ഈ സ്വർണവും പണവും കൂടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ലേ? നമ്മളെ മകളെ കൊടുക്കുന്നു, ഇത്ര ഇതിൽ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നേടി ജോലിയൊക്കെ ഇല്ലാത്ത പെൺകുട്ടികൾ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെൺകുട്ടികളോട് നേരത്തെ പറയുക, നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയുടെ സമ്പാദ്യം കൊണ്ടുവന്ന് അവിടുത്തെ അമ്മായി അച്ഛനോ അമ്മായി അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് തന്നെയോ തുടക്കത്തിൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ കാശ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൽ വയ്ക്കാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ സൂക്ഷിക്കാൻ തന്നെ പറയുക. പിന്നെ നമ്മുടെ മക്കൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഗോൾഡ് ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒരു കല്യാണമല്ലേ, അപ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ നമ്മളെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ളത്. ഇവർ ചോദിച്ചതുകൊണ്ടല്ല, അല്ലാതെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്ത് ചെയ്യണം? നമ്മുടെ പെൺകുട്ടികളോട് അവർക്ക് ഇടാൻ ഇഷ്ടമുള്ള സാധനം. ഇപ്പോൾ എൻ്റെ മോളൊക്കെ പറയുന്നത് എന്താ, അവൾക്ക് ബ്രേസ്ലെറ്റ് ഇഷ്ടമാണ്. ചെറിയ നൈസായിട്ടുള്ള ബ്രേസ്ലെറ്റ്, ചെറിയൊരു ചെയിൻ, ഇപ്പോഴൊക്കെ വരുന്ന ചെറിയ നെക്ലേസസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അല്ലാതെ വേറെ മോതിരങ്ങൾ അതിഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ പടഭണ്ഡാരം പോലത്തെ മാല, അതിൻ്റെ പുറത്ത് വേറൊരു മാല, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എൻ്റെ അഭിപ്രായം. നമ്മുടെ മക്കൾക്ക് എന്താണോ അണിയാൻ ആഗ്രഹമുള്ളത്, അവർക്ക് പിന്നീട് ഇട്ടുകൊണ്ട് നടക്കാൻ എന്താണോ ആഗ്രഹം, അത് നമുക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ, മറ്റൊരാൾ പറഞ്ഞിട്ടല്ല, നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ കല്യാണം കഴിഞ്ഞ് അത് ലോക്കറിൽ സൂക്ഷിക്കുക. നമ്മുടെ പേരിലുള്ള ലോക്കറിൽ തന്നെ സൂക്ഷിക്കുക. ഒരു വർഷമെങ്കിലും നമ്മൾ നോക്കണ്ടേ നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്, നമ്മളെ മകളെ അവർ കെയർ ചെയ്യുന്നുണ്ടോ, നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മരിച്ച ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നിരന്തരം ആ കുട്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്, എന്താണ്, ഇവിടെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്, എൻ്റെ സ്വർണം മുഴുവൻ ഇവർ വാങ്ങി പണയം വെച്ച് അവൻ ആർഭാട ജീവിതം നയിക്കണമെന്നൊക്കെ കുട്ടി മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഓരോ അച്ഛനെയും അമ്മയും വീട്ടിൽ നമ്മളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന വീട്ടിൽ ദുരിതമുണ്ടെന്ന് അറിയിക്കുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ കൊല്ലാൻ വേണ്ടിയാണോ കൊടുക്കുന്നത്, അതോ അടിച്ച് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണോ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു പ്രാവശ്യം കൈ തൊട്ടു എങ്കിൽ സ്വർണത്തിന് വേണ്ടി, ഈ സ്വർണ്ണം അവർ സമ്പാദിച്ചു കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ, നമ്മളെ ഇഷ്ടത്തിന് കൊടുത്തതാണ് നമ്മുടെ മക്കൾ അണിഞ്ഞു കാണാൻ. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ അവർക്ക് അവകാശമില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് നിത്യം അടിയോടടി, അവസാനം അയൽവക്കക്കാരെ വിളിച്ച് അവശ നിലയിലാക്കിയപ്പോൾ ഭയങ്കര ബഹളമൊക്കെ, ഒച്ചയും ബഹളവും കേട്ടപ്പോൾ, ഈ പെണ്ണ് കിടന്ന് കരയും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടപ്പോൾ അയൽവക്കക്കാരോ ആ പെണ്ണിൻ്റെ വീട്ടിലെ നമ്പർ
തിരഞ്ഞെടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ അവർ വണ്ടി നിറച്ച ആൾ വന്ന് നോക്കിയപ്പോൾ അമ്മായി അച്ഛനും അമ്മായി അമ്മയും പിന്നെ മരുമോനും കൂടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് മിച്ചറും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. തേയില വെള്ളം അതുപോലെ ഈ മിച്ചറും കൂടെ കുറച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അവർ കയറി നോക്കിയപ്പോൾ അകത്ത് മോള് ചതഞ്ഞ് പരുവായി ചവാറായി കിടക്കുകയാണ്. പിന്നെ അവനെ ഒരു പരുവാക്കി നാട്ടുകാരെല്ലാം ഇടപെട്ട് അവസാനം ആ ബന്ധം അവരന്ന് തന്നെ അവസാനിപ്പിച്ചു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ മക്കളെ ഒരാൾ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ശരി നീ ഇനി അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മുടെ മക്കൾക്ക് ജീവൻ നഷ്ടപ്പെടും. നമ്മൾ ജീവിച്ചിരിക്കവേ നമ്മൾ കെട്ടിച്ചു കൊടുത്ത ആൾക്കാർക്ക് അടിച്ചു കൊല്ലാനാണോ നമ്മൾ മക്കളെ സൃഷ്ടിച്ച് ഇത്രയും പാടുപെട്ട് വളർത്തി വിവാഹം നടത്തി കൊടുക്കുന്നത്? അവർ സന്തോഷമായി ജീവിക്കുന്നത് കാണാനല്ലേ? അപ്പോൾ ഇത് ഓരോ അച്ഛനും അമ്മയും ഓർക്കേണ്ടതാണ്. പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം ചോദിക്കുന്ന മുമ്പേ നമ്മുടെ കയ്യിലുള്ള സ്വർണവും കാര്യങ്ങളും എടുത്ത് കൊടുക്കുക. അവർ കൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിന്, ഒരു വണ്ടി ഇല്ലാത്തവന് കല്യാണം കഴിച്ച ഉടനെ വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം വരും. അല്ലെങ്കിൽ ബുള്ളറ്റ് സാധാ സ്കൂട്ടിയോ ബൈക്കോ കൊണ്ട് കിടക്കുന്നവന് കല്യാണം കഴിച്ച ഉടനെ എന്താണ്, പെണ്ണിൻ്റെ സ്വർണ്ണം എടുത്ത് വെച്ചിട്ട് ബുള്ളറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഓൾട്ടോ കാറുള്ളവന് വേറൊരു വണ്ടി വാങ്ങാനുള്ള ആഗ്രഹം തോന്നുക. ഇതൊക്കെ നമ്മളാണോ നേടിക്കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഒരു വിവാഹം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് അവർ സന്തോഷമായി ജീവിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ അവരൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോഴോ ഒക്കെ ഇപ്പോൾ പെൺകുട്ടിക്ക് ജോലിയുണ്ടെങ്കിൽ അവളുടെ ക്യാഷും അതുപോലെ തന്നെ നന്നായി നോക്കുന്ന ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ക്യാഷ് വിടുമ്പോൾ രണ്ടുപേരുടെ പേരും കൂടെ ചേർത്ത് വെച്ച് ഒരു വീട് വാങ്ങുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യാം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം. ഇതുപോലെ പെൺകുട്ടികളെ അടിച്ച് പരിക്കേൽപ്പിച്ച് കൊല്ലുന്ന വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യം പെൺകുട്ടികൾക്ക് നമ്മൾ വീട്ടിലുള്ളപ്പോൾ തന്നെ വിവാഹത്തിന് മുന്നേ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം. ഇൻ കേസ് കുട്ടികളല്ലേ, ഒരു 26 വയസ്സിലോ 27 വയസ്സിലോ ഒന്നും നല്ല പക്വത വന്നോളണമെന്നൊന്നുമില്ല. ചിലർ സ്നേഹപരമായി ചോദിക്കുമ്പോൾ ആരടുത്തും പറയാതെ എടുത്തു കൊടുക്കും. അവസാനം പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താ? ഇവരും കൈയൊഴിയുമ്പോൾ വീട്ടുകാരും കൈയൊഴിയുന്നു, ഭർത്താവും കൈയൊഴിയുന്നു. അപ്പോൾ കയ്യിൽ യാതൊന്നുമില്ല ജീവിക്കാൻ. അപ്പോൾ അവരെങ്ങോട്ട് പോകും? അപ്പോഴാണ് പലരും മരണത്തിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നത്. ആരും ഇല്ലെന്നുള്ള ഒരു തോന്നൽ, കയ്യിലൊന്നും ഇല്ലെന്നുള്ള ഒരു തോന്നൽ. ഓക്കെ, അപ്പം സ്നേഹം എന്താണ്, അതുപോലെ തന്നെ ചതി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പെൺകുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാവണം. അതുപോലെ തിരുവനന്തപുരത്തൊക്കെ സ്ഥലമൊക്കെ എഴുതി കൊടുക്കുന്നവരുണ്ട് മക്കളുടെ പേരിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൽ മതിയായ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് മാത്രം കൊടുക്കുക. അതായത് പെൺകുട്ടിക്ക് നമ്മൾ കൊടുക്കുകയാണ് സ്ഥലം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അമ്മയ്ക്ക് ചെറിയ ബുദ്ധിയിലാണെങ്കിൽ ആ ബുദ്ധി ഉണ്ടായിരുന്നു. അതായത് കാലം വരെ അമ്മയ്ക്കും, അത് കഴിഞ്ഞ് എനിക്കും, അല്ലെങ്കിൽ നമ്മുടെ മകൾക്കും, അത് കഴിഞ്ഞ് മകളുടെ കുഞ്ഞുങ്ങൾക്കും. അത് ഇത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്തതാകുന്നു എന്ന് നമ്മുടെ പ്രമാണത്തിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് ഈ ഭൂമിയെങ്കിലും ഉണ്ടാവും. അവിടെ നമുക്കൊരു കൊച്ചു വീട് വെച്ചെങ്കിലും നമുക്ക് താമസിക്കാം. അല്ലാതെ മകളുടെ പേരിന് മാത്രമായി നമ്മൾ തീരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്താകുമെന്ന് വെച്ചാൽ, മകളെ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ മകൾ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ സ്നേഹം കാണിക്കുമ്പോൾ എഴുതി കൊടുക്കും, നമ്മൾ പോലും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും ഒരു കയ്യബദ്ധവും മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ല. അവർ നന്നായി ജീവിക്കട്ടെ, ജോലിയുണ്ട്, അവർക്ക് ജീവിക്കാം, സന്തോഷമായി അവർ ജീവിക്കുന്നത് കാണാനാണ് നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ കല്യാണം എങ്ങനെ നടത്തണം എന്നൊക്കെ ഉള്ളത് ഓരോ മാതാപിതാക്കളുടെയും ഇഷ്ടമാണ്. അതിനെ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ മക്കളെ ഒരാളും കൈവയ്ക്കുന്നത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയല്ല നമ്മൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം മാതാപിതാക്കൾക്ക് വേണ്ടതാണ്. ഇവിടെ പയ്യന്മാർ വന്ന് എനിക്ക് അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ടെന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് പോയി അന്വേഷിക്കണം നമ്മൾ. ചിലപ്പോൾ ഗൾഫിലൊക്കെ ആയിരിക്കും ജോലി. ഈ ഗൾഫുകാർക്കൊക്കെ വളരെ ആലോചിച്ചിട്ട് മാത്രമേ പെണ്ണ് കെട്ടി കൊടുക്കാവൂ. ഒരു ഗൾഫുകാരും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് നടക്കുന്ന സിറ്റുവേഷൻസ് അതാണ്. നല്ലവരും ഉണ്ടാവും, ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നൊന്നുമില്ല. പക്ഷേ ഓരോ ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പെൺമക്കളുള്ള അമ്മമാർക്ക് അതിൻ്റെ വേദന അറിയാം. ഒരു മോളൊക്കെയാണ് ഒരു വീട്ടിലുള്ളത്. അതിനെ ഇതുപോലെ ജീവഹാനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? കരുതി നമ്മൾ നമ്മുടെ മക്കളെ വിവാഹത്തിലേക്ക് നയിക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അവരെന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അറിയിച്ചാൽ അത് സീരിയസ് ആയി കാണുക. ഇതെല്ലാമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ
ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുമായി ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവരോടും സ്നേഹം മാത്രം. ലവ് യു ഓൾ. ടേക്ക് കെയർ. സീ യു.